ഇത്രമേൽ ശാന്തമാണ് ഇപ്പോഴെൻ്റെ പ്രഭാതങ്ങൾ. മുൻപൊന്നും ഇങ്ങനെയായിരുന്നില്ല. പുലർച്ചെ 2:30-ക്ക് ഉറങ്ങാൻ കിടക്കുക, രാവിലെ 8:30 വരെ കിടന്നുറങ്ങുക. ഇപ്പോഴിതാ ജോലി വിട്ട ശേഷം ഏറ്റവും ശാന്തമായി ഞാൻ എൻ്റെ ദിവസം തുടങ്ങുന്നു. നമസ്കാരം, ഞാൻ ചെമ്മരത്തി. കഴിഞ്ഞ തവണത്തെ യൂട്യൂബ് വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് കോളുകൾ എനിക്ക് വന്നു. ചേച്ചി, ഇതെങ്ങനെയാണ് സാധ്യമാക്കിയത്? ജോലി ഉപേക്ഷിച്ച് ഇറങ്ങി പോകുന്നത് എങ്ങനെയാണ്? ഇതേപോലെ തന്നെയാണോ നമ്മളൊരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിലും മറ്റും എൻ്റെ കഥകൾ വായിക്കുന്ന കുട്ടികളായിരുന്നു കൂടുതലും എന്നോട് ചോദിച്ചവര്. ചിലത് എൻ്റെ നേരിട്ടുള്ള പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിലെല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് ഞാൻ നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു. അപ്പൊ അതിന് ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, എനിക്കൊരു കോട്ട്, ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഒരു കോട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ രാത്രി വൈകി ഉണർന്നിരുന്ന് ജോലി ചെയ്തുവെന്ന് 20 വർഷത്തിനപ്പുറം ഓർത്തിരിക്കുന്ന ഒരേ ഒരു കൂട്ടര് നിങ്ങളുടെ കുട്ടികളായിരിക്കുമെന്ന്. 20 വർഷം ഒന്നും പോകണ്ട, 2 മാസത്തിനിപ്പുറം അത് ഓർത്തിരിക്കുന്ന ഒരേ ഒരാൾക്കാർ എൻ്റെ മക്കളായിരിക്കും. അവരെന്നെ കുറ്റപ്പെടുത്താറൊന്നും ഇല്ല കേട്ടോ. അമ്മയുടെ ജോലിയുടെ സ്വഭാവമാണെന്നും അമ്മയ്ക്ക് മറ്റൊരു ചോയ്സ് ഇല്ല എന്നും അവർക്കറിയാമായിരുന്നു. എന്നാലും അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യമായി. ഇങ്ങനെ ഇത്രയേറെ രാത്രി വൈകി ജോലി ചെയ്താലും അത് ഞാനോ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലോ പോലും ചിലപ്പോൾ ഓർത്തിരുന്നേക്കില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ മക്കളുടെയും എൻ്റെയും ഒക്കെ വെൽബീയിങ്ങിന് വേണ്ടിയാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. ഇപ്പൊ ഞാനിത് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ജോലി വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നീ നേരിട്ട കഷ്ടതകളൊക്കെ നീ ഒന്ന് എഴുതി വെച്ചോളൂ, ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നിനക്ക് റിഗ്രറ്റ് തോന്നിയാലോ. ഇതൊക്കെ അങ്ങ് മറന്നുപോയിട്ട്. ഇല്ല, ഞാൻ ഇതൊന്നും മറന്നുപോയില്ല. കാരണം അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മറന്നൊന്നും പോകത്തില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, ഇപ്പൊ ഒരു തൊഴിൽ നിന്നാവട്ടെ ഒരു ബന്ധത്തിൽ നിന്നാവട്ടെ ഒക്കെ ഇറങ്ങി പോവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട, സമൂഹത്തെയോ മറ്റുള്ളവരോ ഒന്നുമല്ല, സ്വന്തം മനസ്സിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നല്ല ഉറപ്പോടെ എൻ്റെ മനസ്സിൽ എനിക്കിതാണ്, എനിക്ക് അത്രമേൽ ഉറപ്പുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഉറപ്പുണ്ടെന്നൊരു തീരുമാനം എടുക്കുക. ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കഴിവതും കാണുന്ന എല്ലാവരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഈ മുന്നൊരുക്കങ്ങളിൽ ആദ്യമായിട്ട് സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതപ്പോൾ വിശദമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വരാം. അതവിടെ നിൽക്കട്ടെ, അത് വേണം, അത് ഡെഫിനറ്റ്ലി വേണം. പക്ഷെ അതിലുമേറെ നമുക്ക് വേണ്ടത് ഈ മാനസികമായ മുന്നൊരുക്കമാണ്. മാനസികമായ മുന്നൊരുക്കത്തിൽ ആദ്യത്തെ കാര്യം ഇതാണ്: നമുക്ക് പല മനുഷ്യരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പേരോടൊന്നും ഡിസ്കസ് ചെയ്യാൻ പോയില്ല കേട്ടോ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് മാത്രമേ ഞാനിത് പങ്കുവെച്ചുള്ളൂ. കാരണം എല്ലാവർക്കും നമ്മൾ പറയുന്ന ആശയം മനസ്സിലാവാൻ കഴിവുണ്ടാവണമെന്നില്ല. അപ്പൊ അവിടെ നിന്ന് വരുന്നത് സ്കെപ്റ്റിസിസം ആയിരിക്കും, പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഭയപ്പെടുത്തലുകളായിരിക്കും. എന്തിനാ വെറുതെ നമ്മൾ ഇതെല്ലാം കേട്ട് നമ്മുടെ മനസ്സ് പുണ്ണക്കുന്നത്? നമുക്ക് ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഇത് കേട്ടിട്ട് കൂടുതൽ വറി ചെയ്യാന്നല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാകുമെന്ന് ഉറപ്പുള്ള 1-2 മനുഷ്യരോട് പറഞ്ഞാലും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് വിദഗ്ധരോടാണ്, അല്ലാതെ നമ്മുടെ കാണുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനോടല്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക ഈ തീരുമാനമാകുന്നത് വരെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, പറയേണ്ടവരോട് മാത്രമാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ഇതിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഇപ്പൊ ഇതിൽ നിന്നല്ല കേട്ടോ, നിങ്ങൾ എടുക്കുന്ന ഏതൊരു നിങ്ങൾ റീസ്റ്റാർട്ട് കൊടുക്കാൻ തീരുമാനിച്ചു, ഒരു സംഗതി എൻഡ് ചെയ്യണമല്ലോ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോ ഇത് ഇവിടെ പൂതലിച്ച് അല്ലെങ്കിൽ നശിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ മറ്റൊന്നിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ നശിച്ചു തുടങ്ങിയ സംഗതി ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഹോജ കഥ കേട്ടിട്ടില്ലേ? ഹോജ ഒരു വിരുന്നിന് പോയി. അവിടെ ചെന്നപ്പോൾ ഇത്തിരി മുഷിഞ്ഞ കുപ്പായമായിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല. അവിടെ വന്ന അതിഥികളോ മറ്റുള്ളവരോ വിളമ്പുകാരോ ആരും ഹോജയെ മൈൻഡ് ചെയ്തില്ല. വിളിച്ച ആള്, ആതിഥേയൻ, ഹോസ്റ്റ് പോലും ഹോജയെ മൈൻഡ് ചെയ്തില്ല. കക്ഷി നേരെ തിരിച്ച് വീട്ടിൽ പോയി നല്ല വളവളത്ത മിന്നുന്ന കുപ്പായൊക്കെ ഇട്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്വീകരണം. നമ്മുടെ ആതിഥേയം വരുന്നു, സ്വീകരിക്കുന്നു, വിളമ്പുകാർ ഓടി എത്തുന്നു, വിളമ്പുന്നു. വിളമ്പി കഴിഞ്ഞപ്പോൾ ഹോജ എന്ത് ചെയ്തു? ഈ വിഭവങ്ങളൊക്കെ വാരി പോക്കറ്റിലിട്ടു. അപ്പൊ ആതിഥേയം ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നേ? ഉടനെ പുള്ളി പറഞ്ഞു, എനിക്ക് അല്ല ഈ സ്വീകരണം കിട്ടിയത്, എൻ്റെ കുപ്പായത്തിനാണ്. ഞാൻ മോശം കുപ്പായിട്ട് വന്നപ്പോൾ നിങ്ങൾ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഭക്ഷണവും എൻ്റെ കുപ്പായത്തിനാണെന്ന്.
ഈ പറഞ്ഞ കാര്യം നമുക്ക് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. കാരണം നമ്മൾ ജോലി ഉപേക്ഷിക്കുന്നതോടെ ചിലർ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും. നമ്മൾ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം ഈ മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടാവാൻ ഉള്ളവരല്ല, അത് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് പറ്റാത്ത മനുഷ്യരാണത്, അവർ ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ. അവര് കണ്ടത് നമ്മളുടെ പദവിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ഒക്കെയാണ് അവര് കണ്ടത്. അപ്പൊ അങ്ങനെ പോകുന്ന മനുഷ്യർ ഇറങ്ങിപ്പോവട്ടെ. നമുക്ക് ഭാരം കുറയുമ്പോൾ ഉയരാൻ കൂടുതൽ എളുപ്പമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഭാരം അവിടെ ഉപേക്ഷിച്ചേക്കുക. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, സത്യത്തെ സഹതാപമാണ് അർഹിക്കുന്നത്. ഞാനും അത്തരം ഒരു 3 മനുഷ്യരെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു കേട്ടോ. വളരെ ക്ലോസ് ആയിട്ടിരുന്ന 3 പേര്. ഞാൻ ജോലി ഉപേക്ഷിക്കുന്നു എന്ന് അറിഞ്ഞതോടെ അവരെന്നെ നോക്കിയത് വഞ്ചകി എന്ന മട്ടിലാണ്. ഒരു ട്രൈറ്ററായി ഞാൻ മാറി. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല് അവര് വളരെ പരമപവിത്രമായി കരുതുന്ന ജോലിയാണ് ഞാൻ ഉപേക്ഷിക്കുന്നത്. അപ്പോ മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള പോലെ ഒരു തരം ഫണാറ്റിസിസം, ഒരു തീവ്രവാദം, അത് അവർക്ക് ഇക്കാര്യത്തിലും ഉണ്ടായതാണ്. അവര് പിന്നെ എന്നെ നോക്കത്തില്ല, മിണ്ടത്തില്ല, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ഭാവിക്കുന്നില്ല. വേണ്ട, അതും എനിക്ക് മനസ്സിലാകും. ഞാൻ അവരോടും പിണക്കമില്ലാതെയാണ് പോകുന്നത്. ഇനി അവരെ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്നേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കണം കേട്ടോ. നമ്മൾ ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും നിങ്ങൾക്കറിയാലോ ഇതേ അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് കുട്ടികളെ കൊണ്ടൊരു വിവാഹ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങൾ ബാധ്യതയാകുമോ എന്ന് ഭയന്ന് കുടുംബം പോലും നിങ്ങളോടൊപ്പം നിൽക്കില്ല അല്ലെ? സ്വന്തം കുടുംബം പോലും ഉപേക്ഷിച്ച് ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. സഹോദരങ്ങളും അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ പെൺകുട്ടികളെ എനിക്കറിയാം. അപ്പൊ ഇങ്ങനത്തെ ഇറങ്ങി വരവിൽ നമ്മൾ ഓർക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മുടെ ഭാരം കുറയുകയാണ്. കാരണം ഈ ഇതിലെല്ലാം കുറച്ച് നമ്മളെ പിടിച്ച് വലിക്കുന്ന കുറെ ഭാരങ്ങളുണ്ടല്ലോ. അപ്പൊ അവര് നമ്മളായിട്ട് അവരെ ഉപേക്ഷിച്ചതല്ല, അവര് നമ്മളെ ഉപേക്ഷിച്ചതാണ്. അപ്പൊ ആ ഭാരം കുറയുകയാണ്. അപ്പം ഇത്തരം മനുഷ്യരെ നേരിടാൻ മാനസികമായ ഒരു മുന്നൊരുക്കം കൂടെ അടിയന്തര ആവശ്യമാണ്. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ ഒരു സ്വപ്നത്തിലേക്ക് അതിവേഗം ചെല്ലാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോകളുണ്ട്, മാനിഫെസ്റ്റേഷൻ നടത്തണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ. പക്ഷെ അതിന് കൃത്യമായ പ്ലാനിങ് വേണം. അത് എഴുതി തന്നെ വെക്കണം. അതിപ്പം ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതുക അല്ലെങ്കിൽ ഡയറിയിൽ എഴുതുക എന്നൊന്നും ഇല്ല കേട്ടോ. ഡിജിറ്റൽ ഡയറിയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറിച്ച് വെക്കാം, വല്ല നോട്ട് പാഡിൽ എഴുതി വെക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞാൻ പറയുന്നത് എഴുതി തന്നെ വെക്കണം. എൻ്റെ തലമുറയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എഴുതി തന്നെ വെക്കണം. എഴുതി വെച്ച് അത് നമ്മുടെ സ്വപ്നം എന്താണ്, അത് എത്ര ഡെഡ് ലൈൻ, ഞാനൊരു പത്രക്കാരിയുടെ ഭാഷ എടുത്ത് പറയട്ടെ, ഡെഡ് ലൈൻ ഏത് സമയം നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട് അത് നേടാൻ, അതിന് ഫിനാൻഷ്യലി ആവശ്യമുള്ളതാണെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും, അഥവാ സ്കില്ല്. നിങ്ങളിപ്പോൾ ഒരു കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല അറിവുകൾ വേണം, സ്കില്ല് ആർജിക്കേണ്ടതുണ്ടാവും. ഇനി അതിന് മെച്ചപ്പെടാൻ എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടി വരും, അതെല്ലാം നമ്മൾ എഴുതി വെക്കണം. ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് 2024 ഡയറിയാണ്. ഞാൻ പറഞ്ഞല്ലോ 2 വർഷം മുമ്പ് ഞാൻ പ്ലാനിങ് തുടങ്ങിയിരുന്നു. അപ്പൊ ഈ ഡയറിയിൽ ഞാൻ ഇതെല്ലാം എഴുതി വെക്കാൻ തുടങ്ങി. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ മറ്റുള്ളവരോട് ഇത് അധികം ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ഒന്ന് അവിടെ നിന്ന് കിട്ടുന്ന നെഗറ്റിവിറ്റി. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാ, സ്വപ്നങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആനന്ദം തരുന്ന ഡോപ്പമൈൻ ഇങ്ങനെ ട്രിഗർ ചെയ്ത് നമുക്കത് നേടി എന്നൊരു തോന്നൽ വരും, ആ ഒരു സന്തോഷം കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ സ്വപ്നത്തിലേക്ക് പോവില്ല അത്രേ. അപ്പോൾ അത് ഒഴിവാക്കുക, അധികം പറയാതിരിക്കുക. പറയാം, ഇതിന്റെ കൃത്യമായൊരു വഴികാട്ടിയാകുന്നവരോട് അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൽ പങ്കാളിയാവുന്നവരോടൊക്കെ നമുക്കിത് പറയാം. അല്ലാതെ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. അത് സഫലമാകാൻ വലിയ പാടായിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാൻ പോവല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് കൃത്യമായി എഴുതി വെക്കുക. ഞാൻ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. 2028 ഇറങ്ങാനാണല്ലോ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴേക്കും ഞാൻ ഭയങ്കരമായി ടയർഡായിട്ടുണ്ടാവും. ഞാൻ ഈ ജോലി വിടാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടു സഹായിയെ, ഡൊമസ്റ്റിക് ഹെൽപ്പിനെ കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് ആരുമില്ല. അങ്ങനെ അവസാനം നിന്നിരുന്ന ചേച്ചി വയ്യാതെ ശേഷം ഞാൻ ആരെയും നിർത്തിയിരുന്നില്ല. അപ്പോൾ ആ പണമാണ് ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് 1 ഇയർ സബറ്റിക്കൽ. അതായത് വിദേശത്തൊക്കെ അറിയാലോ, ജോലിയിൽ നിന്നൊരു വിടുതലെടുത്തിട്ട് വെറുതെ ഇരിക്കുക, യാത്ര പോവുക, ആ ഒരു രീതിക്കാണ് സബറ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 ഇയർ സബറ്റിക്കൽ ഞാൻ എഴുതി വെച്ചിരുന്നു.
അത് ഇപ്പൊ ഞാൻ 2ാം വർഷം നിർത്തി എങ്കിലും അത് പ്ലാനിങ്ങിന്റെ പകുതിയിൽ ഞാനത് നിർത്തി എങ്കിലും ഞാൻ ഏറെക്കുറെ ഒരു സബറ്റിക്കൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ചാനലൊക്കെ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം കനപ്പെട്ട സംഗതികളൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഇത്തരം ചില ആനുകൂല്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം കണ്ടെത്തുകയും കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പടിയിറക്കങ്ങളും പ്ലാൻ ചെയ്യേണ്ടത്. അത് ഇനിയിപ്പോൾ തീരെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങളൊരു ബന്ധത്തിലാവട്ടെ തൊഴിലിലാവട്ടെ എനിക്കിനി ഒരടി മുന്നോട്ട് വയ്യ എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അത് ആ മൊമെന്റിൽ തന്നെ അവസാനിപ്പിച്ചുകൊള്ളുക. ഈ പ്ലാനിങ്ങിനൊന്നും ഇനി ഇതിൽ നിന്നാൽ എനിക്ക് മുന്നോട്ട് വയ്യ, മരണമാണ്, അല്ലെങ്കിൽ ഞാൻ തകർന്ന് വീണ്ടു പോകുമെന്ന് 100% ഉറപ്പെത്തിയാൽ പിന്നെ ഈ പ്ലാനിങ് ഒന്നും വേണ്ട കേട്ടോ. ധൈര്യമായി മുന്നോട്ടിറങ്ങുക. ലോകം അത്രമേൽ ചുരുങ്ങിപ്പോയതോ മോശമോ ഒന്നുമല്ല. നമുക്ക് മറ്റു വഴികൾ തുറന്നു കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ ശ്രമിക്കണം. കഠിനമായ അധ്വാനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പടിയിറങ്ങുന്നത് സൗഹൃദത്തിൽ നിന്നാവട്ടെ, പ്രണയത്തിൽ നിന്നാവട്ടെ, വിവാഹബന്ധത്തിൽ നിന്നാവട്ടെ, തൊഴിൽ നിന്നാവട്ടെ, എവിടെ നിന്നായാലും ഇറങ്ങിപ്പോകുന്നത് സന്തോഷങ്ങളിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്വച്ഛന്തമായ ജീവിതത്തിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമാകട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ മറുപടി തരാം, അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അതേക്കുറിച്ച് വിശദമാക്കാം. എന്തായാലും സന്തോഷമുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ജീവിതം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.